ഹലോ നമസ്കാരം. ഞാൻ ബിബിൻ ജോർജാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയും അല്ലാതൊക്കെ കണ്ടു കാണും. എൻ്റെ വീടിൻ്റെ പ്രധാനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്വപ്നം പോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ആ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടാവുക എന്നുള്ളത്. അത് എനിക്ക് നടത്തി തന്നു എന്ന് വേണം പറയാൻ. കാരണം ഞാൻ ഒരുപാട് ഹോം തിയേറ്റേഴ്സ് സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഫൈനലി ഞാൻ തിരഞ്ഞെടുത്ത ഒരു ഹോം തിയേറ്റർ സിസ്റ്റമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയായിരുന്നു SH ഡിജിറ്റൽ മീഡിയ. ഞാൻ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ 3-4 തിയേറ്ററുകൾ അവരെനിക്ക് കാണിച്ചു തന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്, ബാക്കി എല്ലാവരും കുറച്ചും കൂടി കൊമേഴ്ഷ്യലായിട്ടാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇതിൻ്റെ മെയിൻ ആൾക്കാരായിട്ടുള്ള പ്രവീൺ ബ്രോയ് ആണെങ്കിലും രാഹുൽ ബ്രോയ് ആണെങ്കിലും സൗണ്ടിനെ പറ്റി പഠിക്കുക അല്ലെങ്കിൽ പാഷനായിട്ടാണ് ഇതിനെ എടുത്തേക്കുന്നത്. അവർക്കത് ഓരോ ദിവസവും ഓരോ പുതിയ സിസ്റ്റം ഇറങ്ങുന്നതിനെ പറ്റി അത് അത്രയും അപ്ഡേറ്റ് ചെയ്തിട്ടാണ് SH ഡിജിറ്റൽ മീഡിയ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് വൈസ് ഒക്കെ എലാക്ക് എന്ന് പറഞ്ഞൊരു സാധനം ബോക്സ് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അതെൻ്റെ ബഡ്ജറ്റ് വൈസ് ആയിരുന്നു, ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവരാണ്, രാഹുൽ ബ്രോയാണ് ഈ ക്രിക്സ് വെക്കണമെന്ന് പറഞ്ഞത്. ക്രിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓസ്ട്രേലിയൻ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അത് മാത്രമല്ല, ശരിക്കും സിനിമ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഈ ക്രിക്സിൽ നമുക്ക് മനസ്സിലാവും. കാരണം ഭയങ്കരമായ വോളിയം ഉള്ളതല്ല ഒരു ഹോം തിയേറ്റർ എന്ന് പറഞ്ഞു തന്നൊക്കെ അവരാ. വോളിയം കേൾപ്പിച്ച് നമുക്ക് സൗണ്ട് ഇങ്ങനെ കാതടപ്പിക്കുന്ന സൗണ്ടല്ലോ. ശരിക്കും ഇതിൻ്റെ എഫക്ട്സുകൾ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എഫക്ട്സുകളാണ്. അതിപ്പോൾ ഇത് തന്നെ ഡോൾബി അറ്റ്മോസ് 7.2 ആണെന്ന് തോന്നുന്നു, അതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ട് ശബ്ദം നമുക്ക് ചെവിയിൽ എങ്ങനെ വൃത്തിയായിട്ട് എത്തിക്കാം, അതിനെങ്ങനെ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു. അതാണ് ഇവർ ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എനിക്കത് ലാസ്റ്റ് സമയത്ത് ഞാനത് ഓക്കെ, അവരുടെ ആഗ്രഹപ്രകാരം എൻ്റെ ആഗ്രഹം. പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സിനിമ ഫ്രണ്ട്സ് ആണെങ്കിലും ഇവിടെ വന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിനെ പറ്റി എടുത്തു പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണുന്ന ഇൻറ്റീരിയർ ചെറിയ സ്പേസാണ് കേട്ടോ. ഈ കാണുന്ന വലിയ, ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്കറിയില്ല ഈ വീഡിയോയിൽ എങ്ങനെ വരിക എന്നുള്ളത്. ശരിക്കും വലിയ സ്പേസ് ഇല്ല, ആ സ്പേസ് യൂസ് ചെയ്തേക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ ആഗ്രഹിച്ച ഇത്രേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ എനിക്ക് SH ഡിജിറ്റൽ മീഡിയ തന്നിട്ടുണ്ട്. ഇത് ഫ്രം മൈ ഹാർട്ട് ഞാൻ പറയുകയാണ്. ഇത് ഒരു കൊളാബോ അല്ലെങ്കിൽ ഒരു പരസ്യമോ അങ്ങനെ ഒന്നുമല്ല. ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണ്. കാരണം നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മളുടെ കൂട്ടുകാരത് വെച്ചിട്ട് കൊള്ളാട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. ദാറ്റ്സ് ഇറ്റ്.